പണിക്ക് നിന്നൊരു ഓടി വന്ന് എൻ്റെ പിള്ളേ എടുത്ത് ഞാൻ വന്ന് നോക്കിയപ്പോ കൊച്ചിട്ട് ഇങ്ങനെ എടുത്ത് പൊക്കി വെച്ചിരിക്കുന്നത്. അവളുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അവള് പോയെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് അവള് ഓടിച്ചാടാൻ തോന്നി. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പിള്ളയില്ലാതെ വേറെ ആരുമില്ല. എന്താ സംഭവിച്ചോടാ? കൊച്ചു കളിച്ചോണ്ടിരിക്കായിരുന്നു കോഴിക്കോട്ടിന്റെ അവിടെ. ഇവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ കണ്ട് ഞാൻ അവിടെ എൻ്റെ മോള് കണ്ടായിരുന്നു. പിന്നീട് എപ്പോ കിണറ്റിന്റെ കരയിൽ പോയെന്ന് കണ്ടില്ലായിരുന്നു. കൊച്ചിനെ വിളിച്ച് ലച്ചു എന്ന് വിളിച്ച് എൻ്റെ മോള് മുകളിൽ തടം വരെ പോയി. എന്നിട്ട് ഈ മുക്കിൽ പോയിട്ട് ഇങ്ങോട്ടും പോയി അങ്ങോട്ടും പോയെന്ന് നോക്കി, കണ്ടില്ല. പിന്നെ ലച്ചു എന്ന് വിളിച്ചപ്പം കിണറ്റിനകത്ത് നിന്ന് അമ്മ എന്ന് വിളിക്കുന്നു. ഓ, അപ്പൊ ഈ വല, ഈ രണ്ട് വലയും ഈ ടാർപ്പ് ആ ടാർപ്പ് അതും എല്ലാം ഇട്ടിട്ട് ഞാൻ ഈ ചുറ്റിനെ മൊത്തം കല്ല് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് എങ്ങനെ ഇപ്പൊ കൊച്ചിങ്ങനെ പിള്ള കയറി ഇപ്പോൾ ഇതിനകത്ത് ആയതാണെന്ന് തോന്നുന്നു. വന്നപ്പോഴും ഇവിടെ നിന്ന് ലച്ചു നടന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയെന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് ഇവിടെ സൗണ്ട് കേൾക്കണം, അമ്മ എന്ന് വിളിക്കുന്നത്. ഈ വലയിൽ നിന്ന് കുടുങ്ങി പകുതി വഴി നിന്ന് അങ്ങ് കെന്നിനകത്തോട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ വിളിച്ചാ കേൾക്കൂലായിരുന്നു. നിന്ന് ഞാൻ സൗണ്ട് മോള് പറഞ്ഞ് അമ്മ ഒരു സൗണ്ടും കേട്ടെന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആള് നിൽക്കണം. എന്തെന്ന് വെച്ചാൽ പറഞ്ഞു, അയ്യോ അപ്പോഴെന്റെ മോള് പറഞ്ഞു അമ്മ ലച്ചു വീഴുന്നെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചുകൊണ്ട് ഇങ്ങ് വന്നതും എൻ്റെ പിള്ള അവിടെ 2-3 പേര് പണിക്കുന്നു, മുകളിൽ 2-3 പേര് പണിക്ക് നിന്നൊരു ഓടി വന്ന് എൻ്റെ പിള്ള എടുത്ത് ഞാൻ വന്ന് നോക്കിയപ്പോ കൊച്ചിട്ട് ഇങ്ങനെ എടുത്ത് പൊക്കി വെച്ചിരിക്കുന്നത്. പിള്ളേ അവള് വിളിച്ചോണ്ടിരുന്നപ്പോ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോഴും എന്റെ വെള്ള മോളാണ് കണ്ടത്, കൊച്ചിന്റെ അമ്മയാണ് ആദ്യം കണ്ടത്. എന്നുവെച്ചാൽ അവിടെ നിന്ന് വന്നിട്ട് പിന്നെയും ലച്ചു ഇവിടെ ഈ വീട്ടിൽ പോയാന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചോട്ടുന്നത്. ലച്ചു എന്ന് വിളിച്ചപ്പോ ഇവിടെയാണ് സൗണ്ട് കേട്ടത്. ഓ, പക്ഷെ എപ്പോഴും കൂട്ടിന്റെ അവിടെ വന്ന് നിൽക്കും. ഈ കോഴിക്കൂട്ടിന്റെ അവിടെ അവർക്ക് എപ്പോഴും വാസം അങ്ങനെ നിൽക്കുന്നത്. നേഴ്സറി പോയിട്ട് വന്ന് പാലും കുടിച്ചിട്ട് വന്ന് ആ സമയമേ ഉള്ളൂ. എപ്പോ പിന്നെ ഇങ്ങോട്ട് വന്നെന്ന് കണ്ടില്ല നമ്മൾ. അതിൻ്റെ ഇടയിൽ 2-3 പിള്ളേർ സിപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഇത് അവളെടുത്ത് കൊടുത്തിട്ട് അവള് വന്ന് അടുപ്പിന്റെ അവിടെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ ആളെ കണ്ടില്ല. അങ്ങനെയാണ് വിളിച്ചത്. എന്നിട്ട് അവൾ പറഞ്ഞു അമ്മ ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ തടം വരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് പോയോന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ ആ വീട്ടിലാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും പറഞ്ഞു ഒരു പയ്യൻ ചേട്ടാ ഓടി പറഞ്ഞ എൻ്റെ പിള്ള കിണറ്റി വീണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഓടി വന്ന് കിണറ്റിൽ ഇറങ്ങാത്ത പയ്യനാണെന്ന്. പിള്ള നിന്നുകൊണ്ട് പെട്ടെന്ന് വന്ന് ഇറങ്ങി. പക്ഷെ എടുത്തും കൊണ്ട് കൊച്ചിനെയും കൊണ്ട് കയറാൻ പറ്റൂല. അങ്ങനെ ഒരു കുട്ട അപ്പുറത്ത് നിന്ന് തന്നെ കുട്ടയും കയറും കൂടെ തന്ന് പിടിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ എല്ലാ ആളും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇതിന് ഈ സാധനവും അങ്ങനെ എടുത്ത് ഇട്ടിട്ട് ഈ വലയെല്ലാം കംപ്ലീറ്റ് ഈ കല്ലെല്ലാം ഇതിൽ നിറഞ്ഞിരുന്നു. പക്ഷെ വെള്ളം ശരിക്കുണ്ട്. വെള്ളത്തിൽ അത്ര പോയില്ല. എന്നുവെച്ചാ ഈ കമ്പി വയർ ഇതില് ഓസിലും കൂടെ പിടിച്ചിരുന്നു. ആഴം ഭയങ്കര ആഴം. വെള്ളം ശരിക്കുണ്ട്. ഞാൻ വന്ന് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പയ്യ എടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കണ അങ്ങ് ഇറങ്ങി, കിണറ്റിനകത്ത് ഇറങ്ങി. അപ്പോ എനിക്ക് ആ ഞെട്ടലും മാറിയില്ല, എനിക്ക് ഇതുവരെ മാറിയില്ലത്. അപ്പോ ഞാൻ കിണറ്റി വീണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ എന്തൊരു ചെയ്യട്ടെന്ന്. പക്ഷെ ദൈവമായിട്ട് എനിക്ക് അവിടെയും പണി ചെയ്തുകൊണ്ടെന്ന് ഇവിടെയും പണി ചെയ്തുകൊണ്ടെന്ന് പയ്യന്മാര് വന്നുകൊണ്ട് രക്ഷിച്ചു.
ഞാൻ ഇവിടെ വന്ന് നിന്ന് ഇവിടെ നിന്നിട്ട് ഞാൻ ലച്ചു ലച്ചു എന്ന് വിളിച്ചപ്പോൾ ഇവിടെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്, അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടുകൂടെ, ഇതിനകത്ത് ഇരുട്ടായോണ്ട് ഈ വലയിൽ പൊതുങ്ങിയിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. പലക ഇപ്പൊ കൊണ്ട് വെച്ചത്, ഇന്നലെ വെച്ചത്, ഇന്നലെ അപ്പം വന്നപ്പോ എടുത്ത് വെച്ചത്. ഇതിനകത്ത് കിടക്കുകയായിരുന്നു. അപ്പൊ നീ കണ്ടുകൂടെ, ഇരുട്ടായോണ്ട് അതില് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ലച്ചു ലച്ചു എന്ന് വിളിച്ചപ്പോ അമ്മ അമ്മ എന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേന് കൊച്ചു കെഞ്ചി വീഴുന്നെന്ന് ഞാൻ അപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആ ചേട്ടന്മാർ അവിടെ നിൽക്കുകയായിരുന്നു. ആ ചേട്ടന്മാരെ ഞാൻ വിളിച്ചു, ചേട്ടാ എൻ്റെ കൊച്ചു കെട്ടി വിടുന്ന് ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേനും ഓടി അവരെല്ലാരും വന്ന് അതിലൊരു ചേട്ടൻ താഴെ ഇറങ്ങി കൊച്ചിനെ എടുത്ത് ഇങ്ങെടുത്ത് ഫുൾ താഴോട്ട് പോയി. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വലയിൽ ഇങ്ങനെ കിടന്ന് അപ്പൊ ഇങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോ അങ്ങ് താഴോട്ട് പോയി. താഴോട്ട് പോയപ്പോഴ് പിടിക്കാൻ കിട്ടിയില്ല അവർക്ക്. അപ്പൊ പിന്നെ അവര് പറഞ്ഞു, എന്നാ നീ അതിലൊരു ചേട്ടൻ പറഞ്ഞു ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങി കൊച്ചിനെ എടുത്തത്. ഏകദേശം എത്ര സമയം ഈ കുട്ടി ഇതിന്റെ അകത്ത് കിടന്നിട്ടുണ്ടാവും? എല്ലാം കൂടി ഒരു അരമണിക്കൂർ. വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു? ശകലം കുടിച്ചെന്ന് തോന്നുന്നു. അപ്പോഴത്തേനും എടുത്ത്, എന്ന് വെച്ചാല് അവള് ഒരു ഉടുപ്പ് മാത്രം ഇട്ട് എന്ന് കിടന്നു. അപ്പോഴത്തേനും ആ എടുത്തപ്പോഴും നനഞ്ഞിരുന്നു. വീഴുന്നെന്ന് വെച്ചാ ഈ വലയിൽ കുടുങ്ങിയപ്പോ എടുക്കാൻ നോക്കിയപ്പോഴേ ഇവിടെ വന്ന ചേട്ടന്മാരെ അപ്പൊ എടുക്കാൻ ഇങ്ങനെ ഓടി വന്ന് എടുക്കാൻ നോക്കിയപ്പോ പറ്റിയില്ല, കിട്ടിയില്ല. അപ്പൊ താഴോട്ട് പോയി. പിന്നെ അതിലൊരു ചേട്ടൻ താഴെ ഇറങ്ങി. സൗണ്ട് കേട്ട് രക്ഷപ്പെട്ടത്. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവളുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അവള് പോയെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് അവള് കൂടെ ചാടാൻ തോന്നി. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പിള്ളയില്ലാതെ വേറെ ആരുമില്ല. വൈഗ 2.5. ലച്ചു എന്നാണ് വീട്ടിൽ പേര്.